ഹലോ എവ്രി വൺ, വെൽക്കം ടു നോളജ് സോൺ. ഇന്നത്തെ വീഡിയോയിൽ ദേശീയ കലണ്ടറിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ? ശകവർഷ കലണ്ടർ. ശകവർഷ കലണ്ടറാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. അതിലെ ആദ്യത്തെ മാസം ചൈത്രയാണ്. 365 ദിവസങ്ങളാണ് ശകവർഷ കലണ്ടറിലുള്ളത്. 1987 മാർച്ച് 22 മുതലാണ് ശകവർഷ കലണ്ടറിനെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത്. സോ ദി നാഷണൽ കലണ്ടർ ഓഫ് ഇന്ത്യ is based on the Saga era with Chaitra as its first month. It is a normal year of 365 days. It was accepted as the national calendar of India on 22nd March 1957. അടുത്തത്, ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം? ആൽമരം. ആൽമരമാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. പേരാലെന്നും വടവൃക്ഷമെന്നും കൂടി അതിനെ അറിയപ്പെടുന്നു. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഫൈക്കസ് ബംഗാളെൻസിസ്. Which is the national tree of India? Banyan tree. Banyan tree is the national tree of India. The scientific name of banyan tree is Ficus bengalensis. ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പുഷ്പം? താമര. താമരയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പുഷ്പം. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നെലുംബോ നൂസിഫറ. നെലുംബോ നൂസിഫറയാണ് താമരയുടെ ശാസ്ത്രീയ നാമം. Which is the national flower of India? Lotus. The scientific name of lotus is Nelumbo nucifera. ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഫലം? മാമ്പഴം. മാമ്പഴമാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഫലം. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്കയാണ് മാമ്പഴത്തിൻ്റെ ശാസ്ത്രീയ നാമം. സോ which is the national fruit of India? Mango. Mango is the national fruit of India. The scientific name of mango is Mangifera indica. ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി? മത്തങ്ങ. മത്തങ്ങയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി. മത്തങ്ങയുടെ ശാസ്ത്രീയ നാമം കുക്കുർബിറ്റ പീപ്പോ ആണ്. Which is the national vegetable of India? Pumpkin. Pumpkin is the national vegetable of India. The scientific name of pumpkin is Cucurbita pepo. ഇനി, ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം? ഹോക്കി. ഹോക്കിയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഹോക്കിയെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇത് വളരെയധികം പോപ്പുലറായിരുന്നു, വളരെയധികം അറിയപ്പെടുന്ന ഒന്നായിരുന്നു. കാരണം 1928 മുതൽ 1956 വരെ ഈ ഗെയിമിന് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ തുടർച്ചയായി ഇന്ത്യക്ക് 6 ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ ആ സമയത്ത് ഇന്ത്യ 24 ഒളിമ്പിക് മാച്ച് കളിച്ചപ്പോൾ അതിലെല്ലാം ജയിക്കുകയും ഉണ്ടായി. ഹോക്കി എന്ന് പറയുന്നത് സമാനതകൾ വയ്ക്കാൻ നമുക്ക് പറ്റാത്ത തരത്തിലുള്ള ഒരു കായിക വിനോദമായിരുന്നു. അതിനാലാണ് ഹോക്കിയെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായിട്ട് പ്രഖ്യാപിച്ചത്. സോ which is the national game of India? Hockey. Hockey is the national game of India because when hockey was declared as the national game of India, it was very popular. The game has seen a golden era during 1928 to 1956 when India won 6 consecutive gold medals in the Olympics. It was considered as the national game because of its unmatched distinction and incomparable talent at that time. Moreover, India had played 24 Olympic matches and won all of them. അടുത്തത്, ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദി? ഗംഗാ നദി. ഗംഗാ നദിയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദി. ഹിന്ദുക്കളെ സംബന്ധിച്ച് ഗംഗാ നദിയാണ് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും പരിശുദ്ധവും പവിത്രതയും ഉള്ള നദി.
ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഇന്ത്യൻ സിറ്റീസ്, ഇന്ത്യൻ നഗരങ്ങൾ എന്ന് പറയുന്നത് വാരണാസി, അലഹബാദ്, പിന്നെ ഹരിദ്വാർ. സോ which is the national river of India? The Ganges or Ganga is the national river of India. According to the Hindus, this is the most sacred river on the earth. The Indian cities which are famous for this river are Varanasi, Allahabad and Haridwar. അടുത്തത്, ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കറൻസി? ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പി ആണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കറൻസി എന്ന് പറയുന്നത്, ഇന്ത്യൻ രൂപ. ഈ രൂപയെ നിയന്ത്രിക്കുന്നതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യൻ റുപ്പിയുടെ സിമ്പൽ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത് ദേവനാഗരി കൺസോണന്റിൽ നിന്നാണ്. ഇന്ത്യൻ റുപ്പിക്ക് അതിൻ്റെ പേര് കിട്ടിയത് തന്നെ റുപ്പിയ എന്ന് പേരുള്ള വെള്ളി നാണയത്തിന് ശേഷമാണ്. അതിൽ നിന്നുമാണ് ഇതിൻ്റെ പേര് കിട്ടിയിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തത് സുൽത്താൻ ഷേർഷാ സൂരിയാണ് 16-ാം നൂറ്റാണ്ടിൽ. അതിനുശേഷം മുഗൾ സാമ്രാജ്യമാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയത്, തുടർച്ചയായി കൊണ്ടുപോയത്. സോ വിച്ച് ഈസ് ദി നാഷണൽ കറൻസി ഓഫ് ഇന്ത്യ? Indian rupee. Indian rupee is the official currency of the Republic of India. The flow of this currency is controlled by the Reserve Bank of India. The symbol of Indian rupee is derived from the Devanagari consonant. The Indian rupee is named after silver coin which is called rupiah. It was first issued by Sultan Sher Shah Suri in the 16th century and later the Mughal Empire continued it. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻസും ഇടണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെ റെഡ് ലെറ്റേഴ്സിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന ബട്ടൺ അമർത്തുക. പിന്നെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതാകുമ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.